ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് ഞാനും അമ്മയും അച്ഛനും കൂടിയും ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. അച്ഛനും അമ്മയും കൂടി പട്ടായ പോവാണ്. അപ്പോൾ അവർ ഈ വരുന്ന ആഴ്ച പോകും. അപ്പോൾ കാലത്ത് എനിക്കിപ്പോൾ പെട്ടെന്ന് നമ്മ പറഞ്ഞത് ഞാൻ വിചാരിച്ച അച്ഛനമ്മയും കൂടിയും പോകുള്ളൂ എന്നാ, പക്ഷേ പെട്ടെന്ന് റെഡി ആകും പറഞ്ഞു. അപ്പോൾ ഞാൻ റെഡിയായി. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് പോണത്. ഗൗതമില്ല. അപ്പം നമുക്ക് വീഡിയോ കാണാം. അമ്മയ്ക്ക് ഷൂസൊന്നും ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ അച്ഛനമ്മയും റെഡിയായി. അപ്പം ഞങ്ങൾ ദേ പോവാൻ ഇറങ്ങാണ്. അപ്പം ഞങ്ങൾ പോവാണ്. ഗൗതം എന്താ വണ്ടി വാഷ് ചെയ്യാൻ പോണ്. ഞാനിങ്ങനെ അവരുടെ കൂടെ ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു. മിക്കപ്പോഴും ഞാൻ സാന്ദ്രയും കൂടിയാണ് പോവാറ്. അപ്പോൾ സാന്ദ്ര ആരാന്നറിയാത്തവർക്ക് പറയാം, അതെൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ്, ഗൗതത്തിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾ കാനഡയിൽ പോയിക്കാണ്. അപ്പോൾ അവളുള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും ഇവരുടെ കൂടെ നടക്കാറ്. നമ്മൾ ഹൈവേയിൽ നല്ല ബ്ലോക്കാട്ടോ. ഇനി ലുലുവിൽ എങ്ങനെയാണെന്ന് തമ്പുരാനറിയാം. ലുലുവിൽ കയറിയപ്പോൾ പുറത്തുണ്ടായ തിരക്കൊന്നുമില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് കയറാൻ പറ്റി. പൊതുവേ സൺഡേസിലൊക്കെ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. ചിലപ്പോൾ മേ ബി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ കാലത്ത് ഒരു 11:30 ആകുമ്പോഴേക്ക് എത്തിയിരുന്നു ലുലുവിൽ. ലുലുവിൽ കയറിയപ്പോഴായാലും എനിക്കെന്തോ സാന്ദ്ര ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു വിഷമൊക്കെ വന്ന്. ഞങ്ങളുള്ള ഒരുമിച്ച് പോവാറെപ്പോഴും. നമ്മളപ്പോൾ വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കുകയാണ് ഇവിടെ തന്നെ. അച്ഛൻ മിക്കപ്പോഴും ഇവിടെ തന്നെ വാഷ് ചെയ്യാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതാവുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വരുമ്പോഴേക്കും വണ്ടി നീറ്റായിട്ട് എടുക്കുമല്ലോ, ക്ലീൻ ആവല്ല. അപ്പോൾ അതാണ് അച്ഛൻ അങ്ങനെ ചെയ്യണത്. ഞാനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ട്രൈപോഡ് മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലോ, അപ്പോൾ ആ ട്രൈപോഡൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആദ്യം നമുക്ക് ട്രൈപോഡ് തന്നെ പോയി മേടിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം ലുലു കണക്റ്റിലാണ് പോയത്. എനിക്ക് ട്രൈപോഡ് കിട്ടിയില്ല, അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ വരെ വന്നാലേന്ന് വിചാരിച്ച് അമ്മയുടെ ഫോണിൻ്റെ ഗ്ലാസ് മാറ്റണമായിരുന്നു. അപ്പോൾ അത് മാറ്റി. പിന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഒരു ഡാറ്റ കേബിളും മേടിച്ചു. കണക്റ്റിൽ വേറെ ഒന്നും പർച്ചേസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ലുലു കണക്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ ട്രൈപോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ എനിക്ക് ട്രൈപോഡ് മേടിച്ചു തന്നു. അപ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മെയിൻ പർച്ചേസിങ്ങിലോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഫാഷൻ സ്റ്റോറിലാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ ഒരു ഇതെല്ലാം കിട്ടല്ലോ എന്ന് വിചാരിച്ചു. ഫാഷൻ സ്റ്റോറിൽ വരുമ്പോഴും വെസ്റ്റ് സൈഡ് കാണുമ്പോഴും എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സന്തോഷമാണ് മനസ്സിന്. അച്ഛന് ഏതെങ്കിലുമൊക്കെ നല്ലതുണ്ടോയെന്ന് ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പം അച്ഛനെ എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനത് നമ്മുടെ അടുത്ത്, ഇപ്പം അമ്മയുടെ അടുത്തായാലും എൻ്റെ അടുത്തായാലും ഒക്കെ അത് ട്രയൽ ചെയ്യാൻ പറയും, അച്ഛന് ഇഷ്ടപ്പെടുന്ന സാധനമാണെങ്കിൽ. അമ്മയ്ക്ക് ആദ്യം ജീൻസാട്ടോ നോക്കിയത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അമ്മയ്ക്ക് 1-2 ജീൻസൊക്കെ എടുത്തെടുത്ത് ട്രയൽ ചെയ്യാൻ വിട്ടേക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നോർമലി കാണുന്ന തിരക്ക് ലുലുവിലില്ല. ചിലപ്പോൾ മേ ബി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം. അച്ഛനാണ്ടോ നമുക്ക് കൂടുതലും ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് തരാറ്. ഇതിപ്പോൾ നമ്മൾ കൂടി ഉണ്ടാവണം എന്നില്ല. അച്ഛൻ നമ്മളുടെ എല്ലാവരെയും സൈസ് അറിയാം. അമ്മയ്ക്ക് എന്താ വേണ്ടത്, എനിക്കെന്താ വേണ്ടത്, സാന്ദ്രയ്ക്ക് എന്താ വേണ്ടതെന്ന് അച്ഛന് കറക്റ്റ് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഗൗതം ഒഴിച്ച് നമ്മൾ ബാക്കി എല്ലാവരും കുറച്ചുകൂടി കളർഫുള്ളായ സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും അട്രാക്റ്റ് ചെയ്യാറ്. അപ്പം ഞങ്ങളിങ്ങനെ കളർഫുള്ളായ സാധനങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും അച്ഛനതാണ് ഇഷ്ടം. അച്ഛനെപ്പോഴും പറയും ഇങ്ങനെ വെറൈറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യണം, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. ബാക്കിയെല്ലാം നോർമൽ സാധനങ്ങളല്ലേ. നോർമൽ സാധനങ്ങൾ ഇടുന്നതിൽ ഒരു ത്രില്ലില്ല.
അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഇടേണ്ടതെന്നൊക്കെ അച്ഛൻ പറയും. അപ്പം ഞങ്ങളാണെങ്കിൽ കൂടുതലും അങ്ങനത്തെ സാധനങ്ങൾ എടുക്കാറും. നോർമലി ഞാനിവിടെ വന്നിട്ടാണ് എനിക്ക് കുറച്ചും കൂടി കണ്ണഞ്ചിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടമായി തുടങ്ങിയത്. കാരണം എൻ്റെ മൈൻഡ് ഇപ്പം അങ്ങനെ എനിക്കിപ്പോൾ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക അട്രാക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സാധനങ്ങളെ കൂടുതൽ ഇഷ്ടം. അപ്പം ഞങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും നല്ലതുണ്ടോ എന്നൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ നോക്കണത് ഇങ്ങനെ അവർക്കവിടെ ബീച്ചിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ നൈലോൺ സാധനങ്ങളാണല്ലോ കൂടുതലും നല്ലത്. അപ്പം ഞങ്ങൾ അത് നോക്കുകയാണ്. അപ്പം ഒരുവിധം എല്ലാ സാധനവും നമുക്ക് കിട്ടി. നമുക്ക് കുറച്ച് ജീൻസും പിന്നെ ടീഷർട്ടും വേണ്ടതെല്ലാം മേടിച്ചു. പിന്നെ നൈറ്റ് വെയർ ആയിട്ട് ഇടാനും അങ്ങനെ കുറച്ചധികം സാധനം കിട്ടി. അപ്പോൾ നമ്മളതെല്ലാം ബില്ലടിക്കണം. അപ്പോൾ വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഫാഷൻ സ്റ്റോറിൽ നിന്ന് കിട്ടി. അപ്പോൾ വേറെ കടകളൊന്നും പോകേണ്ട വന്നില്ല. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. ലുലുന്ന് തിരിച്ചിറങ്ങുമ്പോൾ എപ്പോഴും എന്നെയും സാന്ദ്രനെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കേസ് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇവിടുത്തെ ജ്യൂസ് കുടിക്കണം. ഇവിടെ അടിപൊളി സാധനം കേട്ടോ. ഞങ്ങൾക്കതെന്തോ ഇവിടെ നിന്ന് കഴിക്കാണ്ട് വയ്ക്കുന്നൊരു വിഷമാണ് എപ്പോഴും. ഈ ശീലം എനിക്ക് സാന്ദ്ര കേസഞ്ചി പഠിപ്പിച്ചതാണ്. എന്നെ മര്യാദയ്ക്ക് ഇതൊക്കെ കാണാണ്ട് പോകണം, എന്നെ കാണിച്ചിരും. എന്നിട്ട് ഇടാ കുടിക്കണ്ടടാ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ അച്ഛനോട് തന്നെ അച്ഛൻ പറഞ്ഞു അത് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് മേടിക്കാൻ പോയി. അപ്പം ഞാൻ മറ്റേ ബദാമിൻ്റെ എടുത്തത്, ഞാനും അമ്മയും ബദാമിൻ്റെ തന്നെയാണ് എടുത്തത്. അച്ഛൻ കാഷ്യൂൻ്റെ എടുത്ത്, പിന്നെ ഗൗതം വീട്ടിലുള്ള ഗൗതത്തിൻ്റെ ബ്ലൂബെറിയുടെ മേടിച്ച്. അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാം കുറച്ച് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം അതൊക്കെ സെലക്ട് ചെയ്ത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയാണെന്ന് തോന്നുന്നു. എനിക്ക് കുടിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോണ്. അപ്പം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒരു ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ പോയ ഗ്യാപ്പിൽ നമ്മുടെ എൻഡവർ വാഷ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് തിളങ്ങണുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറിൽ കയറിയിട്ട് നമ്മൾ മേടിച്ച ഷേക്ക് കുടിക്കുകയാണ്. ഷേക്കാണെങ്കിലും ഇത് അവിടെ തന്നെ ഈ വിത്തൗട്ടൊക്കെ കിട്ടും. അപ്പോൾ നോ ഷുഗറിൻ്റെ ഉണ്ട്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഈ ഡേറ്റ്സും നട്ട്സൊക്കെ അടിച്ച് അങ്ങനത്തെ. അപ്പം നല്ല ടേസ്റ്റാണ്. വേറെ ഷുഗർ ഇല്ല എന്നുള്ളൊരു സംഭവം നമുക്ക് തോന്നത്തില്ല. ആ ഷേക്ക് കുടിച്ചപ്പോൾ കിട്ടിയ സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കുടിച്ചപ്പോൾ എന്താ പ്രത്യേക സന്തോഷമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉറക്കമൊക്കെ തൂങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി, ഉറങ്ങാലോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ വീടെത്തിയ സന്തോഷത്തിൽ ഞാൻ വേഗം ചാടി ഇറങ്ങി. അങ്ങനെ വീടെത്തി കേട്ടോ. നമ്മൾ മേടിക്കുന്ന വിചാരിച്ച എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. നമ്മളിവിടെ ഓൾറെഡി ഫുഡ് സെറ്റാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ വരുന്നുണ്ട്, ഉറക്കമൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ എന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ വീടൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവണത്, നമ്മൾ ട്രൈപ്പോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് കാണിച്ചു തന്ന സാധനമല്ല അവർ നമുക്ക് തന്നയച്ചിരിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അത് മാറ്റാൻ പോകണം. അപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്നോടും ഗൗതത്തിനോടും പോയി അത് മാറ്റിയിട്ട് വരാൻ. അത് ശരിയല്ലല്ലോ. നമുക്കൊരു സാധനം കാണിച്ചു തന്നിട്ട് വേറെ സാധനം തരുന്നത് ശരിയല്ല. അപ്പോൾ അതിന് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണോന്നും അറിയില്ല. അപ്പോൾ അത് പോയി നോക്കണം. അപ്പോൾ ഇനിയും പോകണം. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അത് കൈയോടെ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഞാൻ വീണ്ടും പോട്ടെ. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും റെഡി ആവണം. അമ്മേ ഓക്കെ. അങ്ങനെ ഇത് വീണ്ടും റെഡിയായി സാധനം എടുത്ത് പോവാണ്. ഉറക്കം വന്നിട്ട് ഇവർ രക്ഷിച്ചില്ല. അപ്പം മെൽവി നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൊണ്ടാണ് പോണത്. അപ്പം നമ്മൾ 3 പേരും കൂടിയാണ് പോണത്. അങ്ങനെ അതേ വീണ്ടും ലുലു എത്തി. നേരത്തെ വന്നേക്കാട്ടും ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. പിന്നെ വൈകിട്ട് ഇവിടെ തിരക്ക് കൂടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്.
ഭയങ്കര തിരക്ക്. ഞങ്ങളിപ്പതേ ഒരു 15 മിനിറ്റായി എത്തിയിട്ട്. പക്ഷേ ഇതിൻ്റെ എൻട്രൻസിന് കുറച്ച് നീങ്ങിയിട്ടുള്ളൂ. ഭയങ്കര തിരക്ക് വൈകുന്നേരമായപ്പോ. കിടന്ന് 12.5 ആവറേജ് 9.5 ഞാൻ അവിടെ നിന്ന് വിടുമ്പോ കിടന്നു. എന്തൊരവസ്ഥയാണ്. ഗൗതത്തിന്റെ ദണ്ണം. അങ്ങനെ അവസാനം നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തോരം നേരായിന്നറിയോ? സമയം 5:55. അതെ, 9.2 ഉണ്ടായിരുന്ന കിലോമീറ്റർ ലെറ്റർ ഇപ്പോൾ 8.4 ആയി. എന്തൊക്കെയോ പറയും. ഡീസൽ മൊത്തം കത്തി തീരുവാണ് തീരുന്നത്. ഓരോരോ ടാസ്ക് കിട്ടണത്. വെൽക്കം ഇത് കാണിക്കണല്ലോ. ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ഇതുകൊണ്ട് ഇനി മാറ്റണം. ഉറക്കം വരുന്നു. ഞാനവിടെ എത്തി അവർക്കത് കാണിച്ചു കൊടുത്തപ്പം അവർ പറഞ്ഞു അത് അവരുടെ സൈഡിലത്തെ മിസ്റ്റേക്കാണ്. എന്നിട്ട് നമുക്ക് സംഭവം എക്സ്ചേഞ്ച് ചെയ്ത് തന്നു. ഞാനപ്പോൾ ഇങ്ങനെ ഗൗതത്തിനെ കൊണ്ട് അത് ചെക്ക് ചെയ്യിപ്പിക്കുകയാണ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൗതം അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഗൗതം പറഞ്ഞു അത് കുഴപ്പമില്ല, ഇത് എടുത്തോ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് തന്നെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അപ്പോൾ 1-2 സാധനങ്ങൾ മേടിക്കുകയുണ്ടായിരുന്നു. അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്താണെങ്കിൽ ഞാൻ അത് മേടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു. ഹൈപ്പറിൽ നിന്ന് മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അങ്ങനെ തിരിച്ച് നമ്മൾ പോകുമ്പോഴാണ് അവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ മറ്റേ കോൺ കിട്ടും. അപ്പോൾ ഈ വട്ടം ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. അതിൻ്റെ സ്മെല്ലും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം തന്നെ മേടിച്ച് കഴിച്ച് നമ്മൾ പോയ കാര്യം സെറ്റായി. എന്നിട്ട് ഞങ്ങൾ ദേ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു ചായ കുടിക്കണം. ഞങ്ങൾ വീടെത്തി. ഇന്നത്തെ ഓട്ടപ്പാച്ചിലെല്ലാം കഴിഞ്ഞു തന്നെ പറയാം. ഭയങ്കര ക്ഷീണമായിട്ടായിരുന്നു. അപ്പം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നടന്നു. ഇന്നിപ്പോൾ അമ്മയുടെ പർച്ചേസിങ്ങും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട് വന്നു. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോയുമായി അടുത്ത വീഡിയോയിലാണ്. അതുവരെ ബൈ.